ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിക്കറ്റ് വെർഷനിലുള്ളത് ലോലിപോപ്പിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കിയത്. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ലോലിപോപ്പിൻ്റെ ഒരു ഫയലാണ്. ഇത് സ്ക്രീൻ കാണുന്ന ഈ ഒരു ഫയലാണ് ലോലിപോപ്പിൻ്റെ ഫയല്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സാംസങ് ഗാലക്സി j100h എന്നൊരു വേർഷനിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ലോലിപോപ്പിൻ്റെ ഒരു ഫയലാണ്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റം റിക്കവറി ആവശ്യമുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യലെന്ന് ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യുക എന്നാണ്. ഇത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഒരു ആവശ്യമില്ല, മൊബൈലിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് എനിക്ക് വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു ചാനൽ നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ പവർ ഓഫ് ചെയ്യുക, ഓക്കെ ബട്ടൺ നിൽക്കുക. ഇത് നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓൺ ബട്ടൺ, പവർ ബട്ടൺ, വോളിയം അപ്പ് എന്ന് ഈ ഒരു 3 സ്വിച്ചും പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റം റിക്കവറിയിലോട്ട് പോകുന്നതാണ്. നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റം റിക്കവറി. നിങ്ങൾക്ക് കാണുകയും സ്വൈപ്പ് ടു അലൗ നോട്ടിഫിക്കേഷൻ എന്നത്. ഇതൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യുന്ന വൈപ്പ് സെലക്ട് ചെയ്യുക. സ്വൈപ്പ് ടു ഫാക്ടറി റീസെറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് ആയി കാണിച്ചു. നിങ്ങളെ ഫാക്ടറി റീസെറ്റ് ആയി എന്ന് സക്സസ്ഫുൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് വൈപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്തിട്ട് സ്വൈപ്പ് ടു വൈപ്പ് എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് ബട്ടൺ നോക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലോളിപോപ്പിൻ്റെ ഫയൽ നമുക്ക് എടുക്കുക, ഫയൽ ഓപ്പൺ ചെയ്യുക. സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരം വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത് എന്ന്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്താൽ ഇങ്ങനെ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊന്ന് ഫുള്ളാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ഓഫ് ഓൺ ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താണ് ലോലിപോപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കസ്റ്റം റോമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബൂട്ട് ആനിമേഷൻ ചേഞ്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും കുറച്ച് ടൈം പിടിക്കുന്നതാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളിങ് ആപ്ലിക്കേഷൻസ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ഫുൾ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ നിൽക്കുക, സ്റ്റാർട്ട് ബട്ടൺ നിൽക്കുക. ഓക്കെ, ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടൺ ഞെക്കി പോവുക. നെക്സ്റ്റ് ബട്ടൺ, നോട്ട് നൗ, നെക്സ്റ്റ് ബട്ടൺ. നിങ്ങളുടെ നെയിം കൊടുക്കുക, ഫോണിന് ആവശ്യമുള്ള നെയിം. ഇവിടെയും കുറച്ച് ടൈം പിടിക്കുന്നതാണ്, കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കിപ്പ് അടിച്ച് പോവാം. സ്കിപ്പ് അടിക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ 00 എന്ന് സെലക്ട് ചെയ്യണം. ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ നമ്പർ നിർത്തി വിഷയമല്ല, എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഫിനിഷ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ലോലിപോപ്പ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ പാനലൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യം ഫ്ലാഷിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ കിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഫ്ലാഷിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മെയിൻ മെനുവിലോട്ട്. ഇതാണ് ലോലിപോപ്പ് വെർഷൻ. ആദ്യം കിക്കറ്റ് ആയിരുന്നു. കിക്കറ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ലോലിപോപ്പ്. ഓക്കെ, സെറ്റിങ്സ് എടുത്ത് സെറ്റിങ്സിൽ എബൌട്ട് ഡിവൈസ് എന്ന് സെലക്ട് ചെയ്യുക. എബൌട്ട് ഡിവൈസ് നിങ്ങൾ കാണുന്ന ആൻഡ്രോയിഡ് വെർഷൻ 5.0 ആണ്. ആദ്യം ഇത് വർക്ക് ചെയ്തിരുന്നു 4.4.4 കിക്കറ്റിലായിരുന്നു ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോലിപോപ്പിലാണ്. ലോലിപോപ്പിൽ 5.0 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ പാനലും ഒരുപാട് വ്യത്യാസം തന്നെയാണ്. ആദ്യത്തെ രൂപം തന്നെയല്ല ഇപ്പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കസ്റ്റമർ റൂമുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.